എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അയർലൻഡിൻ്റെ പല ഭാഗത്ത് അല്ലെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലത്തും നമുക്ക് വൈകുന്നേരം നടക്കാൻ ഇതുപോലുള്ള പാർക്കുകളുണ്ടാവും. ഏതൊരു ചെറിയ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും അവിടെയുള്ള ആൾക്കാരുടെ എക്സസൈസിനും വിനോദത്തിനൊക്കെ ആയിട്ട് ചെറിയൊരു പാർക്കും പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ഒന്ന് നമ്മുടെ വീടിനടുത്തുകൊണ്ട്. അപ്പോൾ ഇന്ന് അവിടെ ചുമ്മാ വൈകിട്ടൊന്ന് നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ്. നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ അവിടെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല ഉപകരണങ്ങൾ വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് എക്സസൈസ് ചെയ്യേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ QR കോഡുണ്ട്. നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ഡേവിഡും കൂടെ ഇന്ന് വൈകിട്ട് നല്ല കാലാവസ്ഥയായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് 7 മണി കഴിഞ്ഞപ്പം പയ്യെ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പല സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതോ ഇതിൽ കൂടുതലോ ഉള്ള പല രീതിയിലുള്ള സംഭവങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടിന് ചുറ്റും നടക്കാനുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ ഈ പാർക്കിനെ സംബന്ധിച്ചതും അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇതിന് ചുറ്റിനും ഒന്ന് നടന്ന് ഇവിടെയുള്ള പാർക്കും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നത്. ഒരുപക്ഷെ ഇതുപോലുള്ള പല കാര്യങ്ങളും നിങ്ങൾ പല വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എങ്കിലും പുതുതായിട്ട് കാണുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ എൻ്റെ ഫോളോവേഴ്സായിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഇത് ഒരു പുതിയ അനുഭവമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണിത്. ഈ പാർക്കിനോട് ചേർന്നിട്ട് വാട്ടർഫോർഡ് ക്രെഡിറ്റ് യൂണിയൻ, തൊട്ടടുത്തായിട്ട് KFC, പിന്നെ മറ്റ് ചില സൗകര്യങ്ങൾ, ടെസ്കോ, അതെല്ലാം ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയുണ്ട്. എക്സസൈസ് മാത്രമല്ല, അതുപോലെ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാനും കുടുംബമായിട്ടൊക്കെ വന്നിരുന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ ആയിട്ട് വലിയൊരു ഗ്രൗണ്ട്, അതുപോലെ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ഫുട്ബോൾ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഞങ്ങളൊക്കെ ഒരു വർഷം മുമ്പ് ഒരു വടംവലി ടീം ഉണ്ടായിരുന്നു. ഇവിടെ വന്നായിരുന്നു ദിവസവും വൈകുന്നേരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വളരെ മനോഹരമായൊരു ഏരിയയാണ്. നിങ്ങൾക്ക് ഇവിടെ ഈ കുറച്ച് മരങ്ങളൊക്കെ കാണാം. അതൊക്കെ കാറ്റത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതും കാണാം. നമ്മുടെ നാട്ടിൽ ഒരു മരത്തിന് വേറൊരു കുറ്റി കൊണ്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 കുറ്റി കൊടുത്തിട്ട് അത് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. പാർക്കിൽ ഒക്കെ ഒരുപാട് മരങ്ങളുണ്ടാവും. അതിങ്ങനെയാണ് സപ്പോർട്ട് ചെയ്ത് നിലനിർത്തിയിരിക്കുന്നത്. ഇത് അത്യാവശ്യം വലിപ്പമായി കഴിയുമ്പോൾ അതൊക്കെ എടുത്തു മാറ്റും. അപ്പോൾ നമ്മൾ അടുത്ത ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരു ഏരിയയിലേക്ക് എത്തി. ഇവിടെ എനിക്ക് മുമ്പേ എല്ലാത്തിനും കയറി ഓരോ അഭ്യാസം കാണിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിലും എന്ത് എക്സസൈസാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ അയർലൻഡിൽ വരുമ്പോൾ നമുക്ക് നല്ല ക്ലിയർ സ്കൈ കാണാൻ പറ്റും. നല്ല ബ്ലൂയിഷ് ആയിട്ടുള്ള, നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു കാഴ്ച കാണാൻ പറ്റില്ല. അത് നമ്മുടെ പൊല്യൂഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്ര ബ്ലൂയിഷ് ആയിട്ടുള്ള ആകാശം കാണാൻ സാധിക്കാത്തത്. അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്നത് നമ്മൾ പാർക്കിലൊക്കെ വരുന്നവർക്ക് അവരുടെ സൈക്കിളൊക്കെ ക്ലാമ്പ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമാണ്. അപ്പോൾ ദൂരത്തുനിന്നൊക്കെ സൈക്കിൾ ഓടിച്ച് ഇവിടെ വന്ന് ബൈക്കൊക്കെ ഇവിടെ ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു ബാക്കി എക്സസൈസോ അല്ലെങ്കിൽ കളിക്കാനൊക്കെ പോകാറുണ്ട്. ഇത് മറ്റൊരു ഏരിയ ആണ്. ഇപ്പം ഗ്രൗണ്ടിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ എക്സസൈസ് ചെയ്യാനുള്ള, ഇപ്പം ജിമ്മിലൊക്കെ പോകാൻ സൗകര്യമില്ലാത്തവർക്ക് മാനുവലായിട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലരൊക്കെ ചെയ്യുന്നത് കാണാം. എല്ലാവരും ഉപയോഗിക്കണമെന്നില്ല. പിള്ളേരൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ കൂടി കളിക്കുകയും പരിപാടിയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഈ പാർക്കിൽ ചെയ്തിട്ടുണ്ട്. ചില പാർക്കിൽ ഇതിലും കൂടുതൽ സൗകര്യങ്ങൾ കാണും. ചിലയിടത്ത് നടക്കാൻ മാത്രമുള്ള സൗകര്യം കാണുള്ളൂ. ഇത് പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയ ആണ്. നിങ്ങൾ ഈ കാണുന്ന ഊഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ഊഞ്ഞാൽ, ഡേവിഡിനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ നേരം ഇത്തെ കയറി ഊഞ്ഞാലാടും. പിന്നെ മറ്റ് ഒരുപാട് ചെറിയ ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ താഴെ ഈ ബ്ലൂ നിറത്തിൽ അല്ലെങ്കിൽ പല നിറത്തിൽ ഇട്ടിരിക്കുന്നത് ഒരു റബ്ബർ ടൈപ്പ് ഫ്ലോറിംഗ് ആണ്. അപ്പം പിള്ളേർ വീണ് കഴിഞ്ഞാലും അവർക്ക് ഇഞ്ചുറി ഒന്നും പറ്റത്തില്ല. കോൺക്രീറ്റ് ഹാർഡ് ഫ്ലോർ അല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റബ്ബർ കൊണ്ടുള്ള ഒരു സർഫസ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നമ്മൾ നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മളിങ്ങനെ ബൗൺസ് ചെയ്ത് പോകുന്ന രീതിയിലാണത്. അതുകൊണ്ട് പിള്ളേരിപ്പം ഇൻ കേസ് ഇങ്ങനെയുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ താഴോട്ട് വീഴുമോ അല്ലെങ്കിൽ താഴോട്ട് ചാടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഒരു കുഷൻ എഫക്റ്റ് ആയിരിക്കും അവർക്ക്. അപ്പോൾ വലിയവർക്കും മുതിർന്നവർക്കും പല രീതിയിൽ ചെയ്യാം. പിന്നെ പാർക്കിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലത്തും ഇതുപോലെ വേസ്റ്റ് ബിന്നൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു തരി വേസ്റ്റ് എവിടെയും കാണാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാലേ ഇതല്ലല്ലോ അവസ്ഥ. ഏതായാലും വന്നതല്ലേ, ഞാനും കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു. ചുമ്മാ ഒരു രസം.
ഏതായാലും നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തതല്ലേ, അതൊക്കെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇതാണ് മൊത്തത്തിലുള്ള പിള്ളേരുടെ കളിസ്ഥലം. കുഞ്ഞു പിള്ളേരെ കൊണ്ടും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഞാൻ ജെന്നിഫറിനെയും ഡേവിഡിനെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളിക്കാനുള്ള ഒരുപാട് റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഈ പാർക്ക് ത്രൂ ഔട്ട്, അതായത് 24 hours ഓപ്പൺ ആണ്. ഒരിക്കലും ഇത് ക്ലോസ് ചെയ്തിടാറില്ല. ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് നോക്കിയാലും ആൾക്കാരുണ്ടാവും. കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാലല്ല, ഞാനിപ്പം ഒരു 7 മണിയൊക്കെ ആയി വൈകിട്ട്, അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. ഒത്തിരി ആൾക്കാരും ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. നമ്മൾ ഇവിടുത്തെ പല പല കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ എന്നോടൊപ്പം ഫുൾ ടൈം ഉണ്ട്. നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്തും അല്ലാതെയൊക്കെ പുള്ളി ഉണ്ട് കൂടെ. നമ്മളിങ്ങനെ പിള്ളേരുടെ കൂടെ വന്ന് ഇങ്ങനെ കളിക്കുമ്പോൾ നമുക്കും ഒരു ചെറിയ രീതിയിൽ സന്തോഷം, അവർക്ക് സന്തോഷം, നമുക്കൊരു ഫിസിക്കലായിട്ടുള്ള ചെറിയൊരു എക്സസൈസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പം ഇവരുടെ സ്കൂൾ അടച്ചു, ഇനിയിപ്പോൾ 2 മാസം ഹോളിഡേ ആണ്. അപ്പം നമ്മൾ ഇവരെ കൊണ്ട് വീട്ടിലിരിക്കുന്നതിന് പകരം ഒരു 1-2 മണിക്കൂർ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫിസിക്കലായിട്ടുള്ളൊരു എക്സ്പോഷർ കിട്ടും, അവരും എൻജോയ് ചെയ്യും. ഇല്ലെങ്കിൽ വീട്ടിലിരുന്ന് TV ഒക്കെ കണ്ട് തന്നെ അവരുടെ സമയം തീരും. അപ്പോൾ ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു. ഞാൻ ഡേവിഡിനെ കൊണ്ട് ഇങ്ങനെ നടന്നു പോകും. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ടേക്ക് നടക്കാൻ. അപ്പോൾ നടന്ന് വന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് പയ്യെ നടന്നു പോകുമ്പോൾ നല്ലൊരു സുഖമാണ്. പ്രത്യേകിച്ച് നല്ല ഫ്രഷ് എയർ, നല്ല കാലാവസ്ഥ, നല്ല സണ്ണി ഡേ. അപ്പോൾ ഇവരുടെ കൂടെ നമ്മളും അടിച്ചു പൊളിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇങ്ങനെ പാർക്കിലൊക്കെ വന്ന് അടിച്ചു പൊളിച്ച് ഞങ്ങൾ പയ്യെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ഫെസിലിറ്റികളുണ്ട്. എല്ലാ ചെറിയ സ്ഥലങ്ങളിലും ഇതുപോലെ നടക്കാനും എക്സസൈസ് ചെയ്യാനും ഒക്കെയുള്ള ഫെസിലിറ്റി ഗവൺമെൻറ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ ഡേ എല്ലാവർക്കും വരാം, എൻജോയ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പുതിയൊരു അറിവാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.